ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം മുഴുവൻ ശുദ്ധികലശത്തിന് ഇറങ്ങിയിരിക്കുകയാണ് NIA. രാജ്യത്തിനകത്തിരുന്ന് ഭീകരപ്രവർത്തനം നടത്തുകയും രാജ്യത്തെ ഒറ്റുകൊടുക്കുകയും ചെയ്യുന്നവരെ കണ്ടെത്തി ചിതറിക്കും ഭീകരന്മാരെ തൂക്കിയെടുത്ത് അകത്തിട്ട് തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ. കേന്ദ്ര സംഘം കേരളത്തിലെ ഭീകരപ്രവർത്തനത്തിന്റെ അടിവേരിളക്കുമെന്ന ആവശ്യം ശക്തമാകുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ വേരറുത്തു എങ്കിലും അവരുടെ പ്രവർത്തനം കേരളത്തിൽ ശക്തമാണെന്ന് മുറവിളി ഉയരുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, SDPI ഗ്രൂപ്പുകൾ PFIക്ക് വേണ്ടി പണി നടത്തുന്നവരാണെന്ന ആരോപണം NIA കേരളത്തിലേക്ക് എത്തിക്കാൻ ഒരു കൂട്ടർ കളി തുടങ്ങിയിരിക്കുകയാണ്. SDPI, ജമാഅത്തെ ഇസ്ലാമി കൂട്ടർ രഹസ്യ കേന്ദ്രങ്ങളിൽ ചർച്ച തുടങ്ങിയെന്ന സൂചനയുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും പൂട്ടുവീഴുമോ? അതാണ് ചോദ്യം. SDPIയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മറവിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാരോപിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും NIAക്കും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഷോണിന് പിന്തുണ അറിയിച്ച നിരവധി പേരാണ് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ കേരളത്തിലെ തീവ്രവാദവുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം. ലോകത്തുള്ള എല്ലാ ഭീകര ഗ്രൂപ്പുകളുടെ വേര് തപ്പിയാൽ ഒന്ന് കേരളത്തിലുണ്ടാകും. പോപ്പുലർ ഫ്രണ്ട് എന്ന ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ മുഖമായ SDPI ഭരണരംഗത്തേക്കും രാഷ്ട്രീയത്തിലേക്കും നുഴഞ്ഞു കയറി അക്രമ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. ഇന്നിപ്പോൾ വൈറ്റ് കോളർ ടെററിസത്തിന്റെ അന്വേഷണം തുർക്കിയിൽ നിന്ന് പൊന്തിമുളച്ചത് കണ്ടെത്തിക്കഴിഞ്ഞു. കേന്ദ്രം തൂക്കി അകത്തിട്ട കേരളത്തിലെ PFI ഭീകരന്മാർക്ക് അങ്ങ് തുർക്കിയിൽ വരെ ബന്ധമുണ്ടായിരുന്നു. തുർക്കിയിൽ എത്തി ഭീകര ഗ്രൂപ്പുകളുമായി ചർച്ച നടത്തുകയും കേരളത്തിലേക്ക് പണം ഒഴുകിയതിന്റെയും തെളിവുകൾ NIA കണ്ടെത്തിയതാണല്ലോ. കേരളത്തിലെ രാഷ്ട്രീയക്കാരെ കൊലപ്പെടുത്താൻ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയവരാണ് PFI കേരളത്തിൽ. മാത്രമല്ല, കേരളത്തിൽ കലാപത്തിന് കളമൊരുക്കാൻ പ്ലാൻ ഇട്ടു. ഇതെല്ലാം PFI മാത്രമല്ല SDPI കൂടി ഉൾപ്പെട്ട് നടപ്പാക്കിയതാണ്. SDPIയെ നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ആവശ്യമാണ് ഇപ്പോൾ മുറുകുന്നത്. SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മറവിൽ ഗുരുതരമായ തീവ്രവാദ ഇടപെടലുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് ഷോൺ ജോർജിന്റെ പരാതിയിൽ പറയുന്നത്. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് ISISന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും സമാനമായ രീതിയിൽ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കിട്ടിയ പരാതിയിൽ ഷോൺ ജോർജ് പറയുകയാണ്. കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും താമരശ്ശേരി ബിഷപ്പിന് ലഭിച്ച ഭീഷണി കത്തിന് പിന്നിലും കൊട്ടാരക്കരയിലെ ലവ് ജിഹാദിന് പിന്നിലും കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയും സെൻട്രൽ സ്കൂളിലെ ഹിജാബ് വിഷയത്തിലും ഉൾപ്പെടെ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകര ബന്ധമുണ്ടെന്നും ഷോൺ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സിനിമാ മേഖലയിലെ മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘവും ഈ ദേശവിരുദ്ധ ശക്തികളുടെ ഭാഗമാണെന്നും ഷോൺ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും NIAക്കും നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. താമരശ്ശേരി ബിഷപ്പിന് ലഭിച്ച ഭീഷണി, അതായത് വധഭീഷണി, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. താമരശ്ശേരി ഇറച്ചിപ്പാറയിൽ ഫ്രഷ് കട്ട് കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ ആക്രമണം SDPI ആസൂത്രണം ചെയ്തതാണ് എന്ന് ഷോൺ ആരോപിക്കുന്നു. അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും SDPIക്കാരാണ്. കൊട്ടാരക്കരയിൽ അൻവർ എന്ന SDPI പ്രവർത്തകൻ, അയാൾക്കെതിരെയാണ് ലവ് ജിഹാദ് ആരോപണം ഉയർന്നത്. കോതമംഗലത്ത് സോന എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് പിന്നിൽ SDPIക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് മാതാപിതാക്കൾ പറഞ്ഞിട്ടും അന്വേഷണം ഉണ്ടായില്ല എന്നും ഇപ്പം ആക്ഷേപം വരുന്നുണ്ട്. SDPIയുടെ ക്രിമിനൽ നടപടിയിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ പ്രചരണങ്ങളിലും ഉടൻ അന്വേഷണം നടത്തണം എന്നാണ് ഷോൺ ജോർജ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ആലപ്പുഴയിൽ ഒരു റാലി നടന്നപ്പോൾ അവിടെ ഉയർന്ന ഒരു മുദ്രാവാക്യം നമ്മൾ ആരും മറക്കരുത്. അരിയും മലരും കുന്തിരിക്കവും കരുതി വച്ചോ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്നായിരുന്നു ആ മുദ്രാവാക്യം വിളി. അതിലൊരു കൊച്ചുകുട്ടിയെ കൊണ്ടായിരുന്നു അങ്ങനെ മുദ്രാവാക്യം വിളിപ്പിച്ചത്. ഇതിന് പിന്നിലെല്ലാം
SDPI PFI ബന്ധങ്ങൾ അതിശക്തമായിട്ടുണ്ട്. കേരളത്തിൽ ഒരു കലാപത്തിനിവർ അതിശക്തമായ നീക്കം നടത്തുന്നുണ്ട് എന്നും ഷോൺ പറയുന്നു. ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ രൂപം കൊണ്ട ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിന്റെ മുഖമാണ് PFI എന്നാണ് പ്രധാനമായിട്ടുള്ള ആരോപണം. അത് നിരോധിക്കുകയും നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. PFI നിരോധിച്ചപ്പോൾ അതിന്റെ രാഷ്ട്രീയ പാർട്ടിയായ SDPIയെ കേന്ദ്ര സർക്കാർ തൊട്ടില്ല. ഒരു വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം നിരോധിക്കപ്പെടേണ്ട PFI പ്രവർത്തകർ കൂട്ടമായി SDPIയിലേക്ക് ചേക്കേറുകയായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ആരോപണവും അത് തന്നെയാണ്. മുൻപ് PFI സമൂഹത്തിൽ ഭയം വിതച്ച അതേ അവസ്ഥയിലേക്കാണ് SDPI മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ആക്ഷേപവുമുണ്ട്. SDPIയുടെ തീവ്ര ചിന്താഗതിക്കാരും ജമാഅത്തെ ഇസ്ലാമിയുടെ മൃദു രാഷ്ട്രീയക്കാരും ഒരുമിച്ച് ചേർന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തെ ജനാധിപത്യം നിലനിർത്താൻ ഇരു സംഘടനകളെയും നിരോധിക്കണമെന്ന വലിയൊരു കൂട്ടം ആൾക്കാർ കേരളത്തിൽ ആവശ്യം കുറെ കാലമായി ഉന്നയിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ പാതയിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയും ശക്തിപ്പെടുകയാണ് എന്നാണ് പ്രധാന വാദം. പാകിസ്ഥാനിയായ ഒരാൾ തുടങ്ങിയ ഈ പ്രസ്ഥാനത്തിന് അനേകം പ്രസിദ്ധീകരണങ്ങളും ചാനലും പത്രവുമുണ്ട്. വിദ്യാർത്ഥി സംഘടന, ISO, യുവജന സംഘടന, സോളിഡാരിറ്റി, രാഷ്ട്രീയ പാർട്ടി, വെൽഫെയർ എന്നിവയുടെ ജമാഅത്തെ ഇസ്ലാമി ആശയപ്രചരണം നടത്തുകയാണ്. വെൽഫെയർ പാർട്ടി UDFുമായി കൂട്ടുകൂടിയാണ് അടിത്തറ വിപുലപ്പെടുത്തിയിരിക്കുന്നത് എന്നും വലതിനെ ആക്ഷേപിച്ചുകൊണ്ട് ആരോപണങ്ങൾ മുറുകുകയാണ്. ഈ സംഘം കേരളത്തിൽ നിശബ്ദമായിരുന്ന ഭീകരവാദം വളർത്തുകയാണ്. അങ്ങ് ഗാസയിലെ ഹമാസുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ കേരളത്തിൽ പ്രതിഷേധത്തിന് ഇക്കൂട്ടർ ഇറങ്ങും. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയാണ് കരയുന്നത് എന്ന് പറയുന്നവർ യഹ്യാ സിൻവർ, ഇസ്മയിൽ ഖനിയ മാത്രം കൊല്ലപ്പെടുമ്പോൾ വാവിട്ട് നിലവിളിക്കും. പലസ്തീനികൾ പട്ടിണി കിടക്കുമ്പോൾ ഇവന്മാർക്ക് വേവലാതിയില്ല എന്നുള്ള ആരോപണങ്ങളും ഉയരുകയാണ്. പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ അവരുടെ തന്നെ രാഷ്ട്രീയ പാർട്ടിയായ SDPIയുടെ ലേബലിലും മറ്റു ചില രൂപങ്ങളിലും ഇപ്പോഴും സജീവമാണ്. അടുത്തിടെ IDFI എന്ന ഒരു സംഘടനയിൽ നിന്ന് താമരശ്ശേരി ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയലിന് ലഭിച്ച ഒരു ഭീഷണി കത്ത് ഇതിന്റെ വ്യക്തമായ സൂചന എന്നാണ് പലരും ഉയർത്തി കാണിക്കുന്നത്. അതായത് തങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുടർച്ചക്കാരാണ് എന്ന് ഈ സംഘടന വ്യക്തമാക്കിയിരിക്കുന്നു. ഇതൊരു അവകാശവാദം മാത്രമാണെന്ന് കരുതാനാകില്ല. പോപ്പുലർ ഫ്രണ്ടിനൊപ്പം ചില അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചുവെങ്കിലും SDPIയെ ഇതുവരെ നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്ന സിമിയിൽ തുടങ്ങുന്ന പാരമ്പര്യമാണല്ലോ പല ഇസ്ലാമിക ഭീകര സംഘടനകൾക്കുമുള്ളത്. സെമിയിൽ സജീവമായിരുന്നവർ പിന്നീട് NDF എന്ന സംഘടനയ്ക്ക് രൂപം നൽകി നിരവധി കൊലപാതകങ്ങൾ ഈ സംഘടന നടത്തുകയുണ്ടായി. ഇതിന്റെ തുടർച്ച എന്നോണം പോപ്പുലർ ഫ്രണ്ട് രൂപം കൊള്ളുന്നത്. തൊടുപുഴയിൽ കോളേജ് അധ്യാപകന്റെ കൈ വെട്ടിയതുൾപ്പെടെ മതത്തിന്റെ പേരിൽ അക്രമ പരമ്പരയും അനവധി കൊലപാതകങ്ങളും പോപ്പുലർ ഫ്രണ്ട് നടത്തുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് കൊണ്ട് മാത്രം അല്ല, അവർ മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് തടയണം. അത് ഏത് രീതിയിലാണെങ്കിലും തടഞ്ഞേ മതിയാവും.